ഹലോ ഗൈസ്, അപ്പോൾ ഇതൊരു പഴയ പർദ്ദയാണ് കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് ഒരു ആലിയ ടോപ്പ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എടുക്കുന്നത് 40 ഇഞ്ചാണ് കേട്ടോ ലെങ്ത് എടുക്കുന്നത്. അത് മാർക്ക് ചെയ്ത് കണ്ട് കട്ട് ചെയ്യട്ടോ. സംഗതി ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് ആലിയ ചെയ്യുന്നത്. കാരണം ഞാൻ സ്റ്റിച്ചിങ് പഠിക്കണം. അപ്പോൾ അതിൽ ക്ലാസ് കണ്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ കാണും കേട്ടോ ഗൈസ്. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതെന്താ ചെയ്തത്, നമ്മൾ മടക്കി വെച്ചതിന് പർദ്ദ അതിൻ്റെ രണ്ട് സൈഡും ഓവർലോക്ക് ചെയ്തത് കട്ട് ചെയ്ത് കണ്ട് 2 പീസാക്കി മാറ്റാം കേട്ടോ. അത് ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്തൊക്കെ ഞാൻ അയച്ച് ഒഴിവാക്കിയാണ്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കുറച്ച് കട്ട് ചെയ്തതിന് രണ്ടാമത്തെ പുറം കട്ട് ചെയ്യാൻ പോകട്ടെ. ഇനി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 8 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. ആം ഹോള് 6.5 + 1 7.2 ഞാൻ എടുത്തുക്കണം. ഇങ്ങനെ വെച്ച് വരച്ചിട്ട് നമ്മൾ അതിങ്ങനെ ആയിട്ടൊരു ലെവലാവണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിൽ ഷോൾഡറിന് മാർക്ക് ചെയ്ത അതേ ലെവലിൽ നമ്മൾ അളവെടുത്തുകൊണ്ട് മാർക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ. അത് നമ്മൾ 8ആണ് ഉദ്ദേശിച്ചത്, പക്ഷേ അതൊരു 10 ആയിന്. അതളവ് നമ്മൾ വരച്ചത് തെറ്റിപ്പോയി. അപ്പോൾ ഇനി അത് എന്താണ് അതിൻ്റെ 8 ഇഞ്ച് കറക്റ്റായിട്ട് നോക്കിയിട്ട് അളവെടുത്തിട്ട് മാർക്ക് ചെയ്യാനായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് എങ്ങനെ വോയിസ് എടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതിയിൽ എടുക്കണമെന്നുള്ളൂ, എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചാൽ ഗൈസ്. അപ്പോൾ ചെസ്റ്റ് അളവ് 9ആണ്. അതിൻ്റെ കൂടെ നമ്മൾ 1.5 തയ്യൽ തുമ്പ് ചേർത്തും കേട്ടോ. ഇനി 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് വെച്ച് വരയ്ക്കണം കേട്ടോ. പിന്നെ ബാക്ക് പോർഷനാണ് കേട്ടോ നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കഴുത്തെടുക്കുന്നത് 2.5 ഇഞ്ചാണ് കേട്ടോ വീതിയിൽ. നീളം 3 ഇഞ്ച് നീളത്തിലാണ് നമ്മൾ കഴുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മാർക്ക് ചെയ്ത് വരച്ചിട്ട് കള്ളിയിലാക്കി വരച്ചിട്ട് ഇനി ഷേപ്പ് റൗണ്ട് അടയാളപ്പെടുത്താണ്ട് ചെയ്യുന്നത്. ലെങ്ത്ത് 13ആണ് എടുത്തത്. പിന്നെ ഷേപ്പ് റൗണ്ട് 8.5 കേട്ടോ. 8.5ക്ക് 1 ഇഞ്ച് നമ്മൾ 1.5 ഇഞ്ചാണ് കേട്ടോ നമ്മൾ തയ്യൽ തുമ്പുന്നത്. അപ്പോൾ ഇത് എന്ത് ചെയ്യാം, നമ്മൾ മാർക്ക് ചെയ്ത് കണ്ട് പിന്നെ അടി നമ്മൾ എത്രത്തോളം അതിന് വീതിയിൽ അത്രയും വീതിയിലെടുത്ത് നമ്മൾ ചെരിച്ച് വരച്ച് കൊടുക്കാണ്ട് ചെയ്യുന്നത്. ചെരിച്ച് മാർക്ക് ചെയ്ത് ചെയ്യട്ടോ. നമ്മൾ മാർക്ക് ചെയ്യാനൊക്കെ വലിയ പെർഫെക്ഷൻ ഉണ്ടാവില്ല കേട്ടോ. ഇനി എന്ത് ചെയ്യാം, കട്ട് ചെയ്തിട്ട് ആദ്യം കഴുത്തിൻ്റെ ഇങ്ങനെ കുഴിച്ച് 2 ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കുഴിച്ച് വരച്ചു കൊടുക്കട്ടോ. അങ്ങനെ ബാക്ക് പോർഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ
ഷേപ്പ് റൗണ്ടിനോട് എന്ത് ചെയ്യും നമ്മൾ കട്ടിട്ടെടുത്തിട്ടോ. ഇനി അടുത്ത് നമ്മൾ ഫ്രണ്ട് പീസ് ആയിട്ട് അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് അടയാളപ്പെടുത്തും പോയിട്ട് അപ്പോൾ ബാക്ക് പീസ് ഇതിന് മുകളിൽ വെച്ച് കണ്ട് അടയാളപ്പെടുത്തട്ടോ. കഴുത്തും ഹാമോളും അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇനി അത് ഒരേ ലെവലിൽ വരയ്ക്കട്ടോ. നമ്മൾ ഷേപ്പ് റൗണ്ട് അവിടെ വരച്ചിട്ട് നമ്മളത് കട്ട് ചെയ്യാണ്ട് ചെയ്യും. ഇനി ഒരു ഇഞ്ചിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് വരച്ച് കൊടുക്കട്ടെ. എൻ്റെ സ്കെയിലിൻ്റെ മകനെ പൊട്ടിച്ച് കൈസ്, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കഷ്ണെടുത്ത് കണ്ട് അഡ്ജസ്റ്റ്. ഇനി 5 ഇഞ്ച് മാർക്ക് ചെയ്താണ് നമ്മൾ ചിരിച്ച് വരച്ച് കൊടുക്കട്ടെ. ഇങ്ങനെ ചിരിച്ച് വരച്ച് കൊടുക്കുക. നിങ്ങൾ കഴുത്തിന് നെക്ക് ഭാഗം വരച്ച് കൊടുക്കാം കേട്ടോ. 5.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 കേട്ടോ, 2 3 അളവിൽ. എന്നിട്ടത് കല്ല് ബോക്സൊക്കെ ഉണ്ട് നമ്മൾ വരച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളൊരു വി ഷേപ്പ് മോഡൽ നമ്മൾ വരച്ചെടുക്കേണ്ടതിന് വി ഷേപ്പാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ ഒരു പെർഫെക്റ്റ് അല്ല കേട്ടോ. അങ്ങനെ ഇത് കട്ട് ചെയ്തെടുക്കട്ടെ. നമുക്ക് ഈ മാർക്കറ്റിലോടൊക്കെ കട്ട് ചെയ്തെടുക്കാവുള്ളൂ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കളഞ്ഞു തരേണ്ടത് എനിക്കറിയത്തില്ല ഗൈസ്. ഇത് കട്ട് ചെയ്തിട്ടോ. ഈ അടയാളപ്പെടുത്തി ഒക്കെ കട്ട് ചെയ്തിട്ട് അടയാളപ്പെടുത്തി ഒക്കെ കട്ട് ചെയ്യണ്ടോ നമ്മൾ മുകളിൽ ഭാഗം. അങ്ങനെ ഇതിൽ നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കണ്ട് കട്ട് ചെയ്ത ഭാഗം പീസിൽ അതിൽ വെച്ച് കണ്ടാണ് കേട്ടോ അടുത്ത പീസ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടി. ആദ്യം എനിക്കിത് എങ്ങനെ വെക്കണമെന്ന് വലിയ ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ വെച്ച് ഇപ്പോഴാണ് ശരിയായത്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കാണുന്നത് നമ്മൾ ക്ലോസായി വരച്ചു കേട്ടോ. എന്നിട്ട് ആ ക്ലോസായി വരച്ച ഭാഗം വെട്ടി കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ആലിയകത്ത് പോയി ഇപ്പം എന്തായി ഷോർട്ട് കുർത്തി ചെയ്യുന്നുണ്ട് ഗൈസ്. സംഗതി എന്താ വെച്ചാൽ മുൻപീസിൽ നമ്മൾ എക്സ്ട്രാ 5 ഇഞ്ച് കരുതണം. പക്ഷേ ഞാൻ കരുതിയില്ല. അപ്പോൾ ലെങ്ത്ത് എടുക്കുമ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ മുൻപീസിൽ കുറച്ച് കൂടുതലെടുക്കാം. 5 ഇഞ്ച് എക്സ്ട്രാ എടുക്കാം. നമ്മൾ എത്ര മുന്നിൽ വെട്ടി കൊടുക്കണം അത്രയും നമ്മൾ മുൻപീസിൽ കുറച്ച് തുണി എടുക്കാം. അപ്പോൾ ഇതെന്ത് ചെയ്യും, നമ്മൾ ബാക്ക് പീസിൽ നമ്മൾ ഏലയിൽ ഇതിൽ ചെയ്ത് അത് നമ്മൾ 5 ഇഞ്ച് വരച്ച് കണ്ട്
കട്ട് ചെയ്ത് കൊടുക്കാണ്ട് ചെയ്യുന്നത്. എൻ്റെ സ്കെയിൽ മാറി ഗൈസ്, മറ്റുകൊണ്ട് നല്ലപോലെ പിടിച്ച് വരയ്ക്കാൻ കഴിയും. അങ്ങനെ പീസ് കട്ട് ചെയ്തിട്ടോ, പീസ് നമുക്ക് വേണ്ടത്. അങ്ങനെ അതെന്ത് ചെയ്യാം, നമ്മൾ അങ്ങനെ ആ ഭാഗം പഠിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ലാസ്റ്റ് നമ്മൾ